ഹലോ ഗായ്സ്, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിതവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതാ രാവിലെ എണീറ്റു, ബ്രഷ് കാര്യങ്ങൾ ഒന്ന് ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ കിച്ചണിലേക്ക് പോകും. കിച്ചണിലേക്ക് പോയി പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം തന്നെ, പിന്നെ ചോറും അതിൻ്റെ കൂടെ തന്നെ റെഡിയാവും. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗായിട്ടാണ് വന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഡേ ഇൻ അവർ ലൈഫ് വ്ളോഗായിട്ടാണ് വന്നത്. ഇതിനു മുന്നേ ഞാൻ ഇൻ്റേത് മാത്രം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞങ്ങൾ രണ്ടാളും ഫ്രീ ആണ്. ഷാന്ന് ലീവാണ്. കുറച്ച് അധികം പരിപാടികളൊക്കെ തീർക്കാനുണ്ടായിരുന്നു. പിന്നെ ഇന്ന് നമ്മൾ കാറ് ഇറക്കുന്ന ദിവസമാണ്. അപ്പം പിന്നെ എന്തായാലും കുറച്ച് അങ്ങനത്തെ ബിസി കാര്യങ്ങളും പിന്നെ ബാങ്കിൽ പോകാനും എൻ്റെ ATM കാർഡൊക്കെ ഒന്ന് റെഡിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു കുട്ടി വ്ളോഗായിട്ടാണ്, കുട്ടി ഡേ ഇൻ അവർ ലൈഫ് വ്ളോഗായിട്ടാണ് വന്നത്. അപ്പം രാവിലത്തെ ഫ്രഷ് ആവലും പരിപാടികളും പിന്നെ ഫേസ് വാഷും സ്കിൻ കെയറൊക്കെ ചെയ്തതിൻ്റെ ശേഷം നേരെ വിട്ടു കിച്ചണിലേക്ക്. കിച്ചണിൽ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആയാലും കുറച്ച് ടൈം അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ മുറ്റടിക്കൽ അങ്ങനത്തെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ. പിന്നെ രാവിലത്തെ ഒരു സ്പീഡ് ആൻഡ് ബിസി ആയിട്ടുള്ള ടൈമായിരിക്കും. അത് പിന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിയലില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. രാവിലത്തെ ക്ലൈമറ്റൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ഇന്ന് ഫുള്ള് മഴ ആയിരിക്കുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ പത്തിരി മുട്ട കറിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മഴ അങ്ങോട്ട് പെയ്തു. അതുവരെ ഇല്ലാത്ത മഴ അപ്പം പെയ്തു. അപ്പം മഴ ഒന്ന് സ്ലോ ആയതിൻ്റെ ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ കയറി ചെന്നപ്പോൾ നല്ല മാംഗോ ജ്യൂസ് ഉണ്ടായിരുന്നു. മാംഗോ ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നതിൻ്റെ ശേഷം പിന്നെ അതേപോലെ ഉപ്പിയും കൂടി കാർ എടുക്കാൻ വേണ്ടിയിട്ട് ഷോറൂമിലേക്ക് പോയി. അപ്പം ഓര് വരുമ്പോൾ തന്നെ ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ലഞ്ച് കഴിച്ചു. ലഞ്ച് സാധാ ചോറ്, മീൻ കറി, ചിക്കൻ കറി ഉണ്ടായിരുന്നു. പിന്നെ മീൻ പൊരിച്ചത്, ബീഫ് ഫ്രൈ, ഉപ്പേരി, അങ്ങനത്തെ എല്ലാ ഐറ്റംസും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ബാങ്കിൽ പോകാണ്ടായിരുന്നു. കാരണം എൻ്റെ ATM കാർഡിൻ്റെ ഒരു വലിയ കഥ ഉണ്ട്. ATM കാർഡ് എനിക്ക് കിട്ടിയത് ഫസ്റ്റ് നമ്മൾ കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണ് ATM കാർഡ് കിട്ടിയത്. അന്ന് പിന്നെ അതിനെക്കൊണ്ട് വലിയ ഉപകാരം എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിനായിട്ട് ഞാൻ ATM അപ്ലൈ ചെയ്ത് തന്നെ ഗൂഗിൾ പേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അന്നത്തെ ഉപകാരം വെച്ചിട്ട് നമ്പറും വെച്ചെങ്ങാണ്ട് ഗൂഗിൾ പേ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ATMൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ വിചാരിച്ച് പിന്നൊക്കെ എന്തിനാ റെഡിയാക്കേണ്ട ആവശ്യം വിചാരിച്ചിട്ട് അത് മൈൻഡ് ചെയ്തിട്ടില്ലേന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആവശ്യം വരും. പിന്നിൻ്റെ ആവശ്യം അല്ലെ ATM കാർഡിൻ്റെ ആവശ്യം, അങ്ങനെ ഓരോന്ന് വരുമ്പോൾ അപ്പം ആലോചിക്കും. അതുപോലെ നമ്മൾ യോനോ ആപ്പ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ATM റെഡിയാക്കണം. അങ്ങനെ അത് നീണ്ട് ഇങ്ങനെ ആവശ്യം വരുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, റെഡിയാക്കണമല്ലോ, അങ്ങനെ ഇങ്ങനെ. പിന്നെയും മതി, കുറച്ച് ടൈം കഴിഞ്ഞിട്ട് റെഡിയാക്കി. അപ്പം എന്തിനാ അപ്പം അത് റെഡിയാക്കണമെന്നുള്ള ഇങ്ങനെ നീണ്ടുപോയി. അങ്ങനെ ഇന്ന് ഏതായാലും ഇറങ്ങിയതല്ലേ, തിരിച്ചിറങ്ങിയതാണ്. അപ്പം പിന്നെ എന്നാലും അതും കൂടി അങ്ങോട്ട് റെഡിയാക്കിയിട്ട് അങ്ങനെ നിർത്താം. അങ്ങനെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. വീട്ടിൽ വന്നൊരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്ത് പോകാം. ഏതായാലും കാറൊക്കെ ഒന്ന് കിട്ടിയതല്ലേ, അപ്പോൾ പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകാമല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങളൊന്ന് പുറത്ത് പോകാനുള്ള പ്ലാനിൽ വൈകുന്നേരം സിസ്റ്റർ തമ്മിൽ സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഹൈലൈറ്റിൽ പോകാമെന്നുള്ള പ്ലാനിൽ പോയി. അങ്ങനെ ഗായ്സ്, നമ്മുടെ വണ്ടി തിരിച്ച് കിട്ടി ഗായ്സ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? താങ്കൾക്ക് എന്താ പറയാനുള്ളത് പറയും. പൈസ ഒക്കെ പൊട്ടി നിൽക്കുമ്പോഴുള്ള ഒരു രസം, മനസ്സുഖം അതന്നെ. അങ്ങനെ വണ്ടിയൊക്കെ തിരിച്ചു കിട്ടി, അൽഹംദുലില്ലാ. എല്ലാം കുഴപ്പമില്ലാതെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് കിട്ടി. എന്തായാലും 1 month ആയിട്ടില്ലല്ലോ, 1 month ആയില്ലല്ലോ. മൂന്നാഴ്ചനെ കൊണ്ട് പണിയൊക്കെ കഴിഞ്ഞ് കിട്ടി. താങ്ക് യു ടയോട്ട. അപ്പം ഞങ്ങളിതാ ഇപ്പോൾ ഒന്ന് കറങ്ങാൻ വേണ്ടി ഹൈലൈറ്റ് മോളിലേക്ക് പോകുന്നു. കുറേ കാലത്തിന് ശേഷം വണ്ടി കിട്ടിയില്ല, അപ്പം ഒന്ന് പുറത്തൊക്കെ പോകാൻ വിചാരിച്ചു. കുറച്ചായി ഇങ്ങനെ മുട്ടി നിൽക്കണ ഇങ്ങോട്ട് പോകാൻ. ബൈക്കിൽ പോകും, പക്ഷെ എന്നാലും കാറിൽ പോകുന്നത് അതൊരു വേറെ തന്നെയല്ലേ. അപ്പം പിന്നെ അങ്ങനെ പോകാൻ നമ്മുടെ കൂടെ ഇന്ന് അനിയത്തി. ഏതായാലും വണ്ടി ഇട്ട് പോയില്ലേ, പിന്നെ ഒരേക്കൂട്ടാൻ വിചാരിച്ചു. ഗൈസ്, നിങ്ങൾക്കറിയോ നമ്മൾ എന്തിനാണ് ഹൈലൈറ്റ് പോകുന്നതെന്ന്?
ഇതൊക്കെ അല്ല വീറ്റ് ബ്രെഡ് വാങ്ങാൻ നെസ്റ്റോ കറി വീറ്റ് ബ്രെഡ് വാങ്ങാൻ അതിനാണ് നമ്മളിന്ന് ഹൈലൈറ്റിലേക്ക് പോകുന്നത്. ഇന്നലെ നിങ്ങളോട് വാങ്ങാൻ പറഞ്ഞു, നിങ്ങൾ ഇന്നലെ വാങ്ങിക്കൊണ്ടില്ല, നമ്മൾ ഇന്ന് പോയി വാങ്ങും. ബ്രെഡ് വാങ്ങാനൊന്നല്ല പോകുന്നത്. സംഭവം ഞാൻ തലേന്ന് ഇതേമാതിരി ഷോപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ബ്രെഡ് വാങ്ങണം എന്ന് പറഞ്ഞു. അത് മറന്നു വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും നാളെ അങ്ങനെ പോകുമ്പോൾ നമുക്ക് വാങ്ങാമല്ലോ എന്ന്. അങ്ങനെ പറഞ്ഞ് ഓരോതാക്കി കണ്ട് ബ്രെഡ് വാങ്ങാൻ പോകാമെന്നുള്ള പേരും പറഞ്ഞുകൊണ്ടാണ് പോണത്. പ്രത്യേകിച്ചൊന്നുമില്ല, ഏതായാലും കാറൊക്കെ കിട്ടിയ സ്ഥിതിക്ക് എന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങണമല്ലോ. പിന്നെ മഴയാണ്, അപ്പം പിന്നെ എല്ലാവർക്കും കൂടി പോകാൻ പറ്റിയത് കാർ തന്നെയാണ്. അങ്ങനെ പിന്നെ ഞങ്ങളെങ്ങനെ ആയാലും ഒരു ലീവുള്ള ദിവസം അല്ലെങ്കിൽ ഫ്രീ ഉള്ള ദിവസം എങ്ങനെ ആയാലും ഒന്ന് ഹൈലൈറ്റിൽ പോയി ചുമ്മാ എല്ലായിടത്തും കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന പരിപാടി. മിക്ക വീഡിയോസിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ മെയിനായിട്ട് പോകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതേമാതിരി ഇന്നത്തെ പോലെ ഹൈലൈറ്റിലേക്ക് നിന്ന് വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. വീക്കെൻഡ് കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. വർക്കിംഗ് ഡേയ്സ് ആണല്ലോ, മിക്കതും വർക്കിംഗ് ഡേയ്സിലാണ് പോണത് ഏറ്റവും ബെറ്റർ. കാരണം വലിയ തിരക്കുണ്ടാവില്ല. ഇന്നിപ്പോൾ ഞാനിപ്പോൾ വോയിസ് ചെയ്യുമ്പോൾ തന്നെ ഒരാൾ ഇന്നിപ്പം സാറ്റർഡേ നൈറ്റാണ് ഞാൻ ഇപ്പോൾ വോയിസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരാൾ ഇതേമാതിരി ഹൈലൈറ്റിലൊക്കെ പോയി ഫുള്ള് തിരക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വർത്താനം പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഹൈലൈറ്റ് പോയിട്ടുണ്ടെങ്കിൽ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തൊന്നും കയറി വല്ല ഓഫർ ഉണ്ടെങ്കിൽ നല്ല എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് വാങ്ങുക. അങ്ങനത്തെ മെയിൻ പരിപാടികളുണ്ടല്ലോ. ഞങ്ങളുടെ മിക്ക വീഡിയോസും കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ എന്തിനാണ് ഹൈലൈറ്റ് പോകുന്നത്. വെറുതെ എല്ലായിടത്തും കയറി ഇറങ്ങും, അവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടും, അത് വാങ്ങി അങ്ങോട്ട് വരും. അതാണ് നമ്മളെ മെയിൻ പരിപാടി. അതാ ഫസ്റ്റ് തന്നെ സ്റ്റുഡിയോയിൽ കയറി. വലിയ ഓഫേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. മെയിനായിട്ട് വീക്കെൻഡിലാണ് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇത് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വലിയ ഓഫേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. സ്റ്റുഡിയോ കയറി ഒന്ന് വെറുതെ അങ്ങോട്ടും അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് ഓരോന്നൊക്കെ നോക്കി. ലേഡീസിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ചൊന്നും യുണീക്കായിട്ടുള്ള ഒന്നും നോക്കിയില്ല. എന്നും കാണുന്ന കോമൺ ആയിട്ടുള്ള ഐറ്റംസ് തന്നെ. ജെൻസിൻ്റെ ഇതിൽ പിന്നെയും കുറച്ച് അപ്ഡേഷൻ വന്നിട്ടുണ്ട്, കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ നോക്കി പ്രത്യേകിച്ചൊന്നും എടുത്തിട്ടില്ല കേട്ടോ, വെറുതെ ഒന്ന് നോക്കിയായിരുന്നു. അപ്പോൾ പിന്നെ എപ്പോഴത്തെ പോലെ നമ്മളെ ചോക്ലേറ്റിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടല്ലോ അവിടെ സെൻറ്റർ, അവിടെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ചോക്ലേറ്റ് എങ്ങനെ ഒപ്പിക്കും, അതും വാങ്ങി തിന്ന് ഇങ്ങനെ നടക്കും. പിന്നെ അതേമാതിരി എല്ലാ ഷോപ്പിലൊക്കെ ഒന്ന് കയറി ഇറങ്ങും. പിന്നെ ഇന്ന് മെയിൻ ഷോപ്പിംഗ് പരിപാടിയില്ല, എന്തെങ്കിലും ഓഫറിൽ എന്തെങ്കിലും കിട്ടിയാൽ വാങ്ങുക, അങ്ങനെയുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ പോവാറുള്ളത്. പിന്നെ ഹൈലൈറ്റ് പോയിട്ടുണ്ട് മെയിനായിട്ട് കയറുന്ന ഷോപ്പാണ് മിനീസോ. കാരണം അവിടുത്തെ സംഭവങ്ങൾ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ ഞങ്ങൾ രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടം. വെറുതെ ഒന്നുമില്ല വാങ്ങിയിട്ടില്ലെങ്കിലും അതൊന്ന് കണ്ട് ആസ്വദിക്കുക, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങളായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് തോന്നും. കാരണം ഇത്രയും റേറ്റിൻ്റെത് വലിയ റേറ്റും പറയാനില്ല, നല്ല റേറ്റ് കുറവൊന്നും പറയാനില്ല, ഒരു മീഡിയം ലെവലിലാണ്. ചില സംഭവങ്ങൾ നമുക്ക് കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര റേറ്റാണ്, ചിലത് ഭയങ്കര അഫോർഡബിൾ റേറ്റിലും കിട്ടുന്നുണ്ട്. അങ്ങനെ അവിടുത്തതും കഴിഞ്ഞ് പിന്നെ ഒന്ന് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ R&Bയിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി. പിന്നെ നേരെ പോയത് നമ്മളെ ഹോം സെൻറ്ററിൽ. പിന്നെ ഞങ്ങളുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും ഹോം സെൻറ്ററിലും മിനീസോയിലും കയറും. പ്രത്യേകിച്ചൊന്നും വാങ്ങാനൊന്നല്ല കയറുന്നത്, പക്ഷേ ഞങ്ങൾക്ക് രണ്ടാൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ പാത്രങ്ങളും ആ യുണീക്കായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്രാവശ്യം പോയപ്പം ഹോം സെൻറ്ററിൽ കുറച്ചധികം തന്നെ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചെറിയ അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ നല്ല ഓഫറിൽ കണ്ട സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മളെ ഡിഫ്യൂസർ, വേപ്രൈസർ, നമ്മളെ
ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം മനസ്സിലാവും. ഇതേമാതിരി ഡെയിലി വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളെ ചന്ദനത്തിരി അതുപോലത്തെ ഇങ്ങനെ സ്മെൽ, ഈ നമ്മളെ റൂമിൽ സ്മെല്ല് നിർത്താനുള്ള സംഭവങ്ങളൊക്കെ വാങ്ങുന്ന പരിപാടിയുണ്ട്. അപ്പം പിന്നെ നമ്മളെ വേപ്പറൈസർ കണ്ടപ്പോൾ നല്ല ഓഫറിൽ നിന്ന് അടിപൊളി ഓഫറിലാണ് വേപ്പറൈസർ കിട്ടിയത്. അതിൻ്റെ ഒരു സെറ്റ് കിട്ടി. പിന്നെ കാൻഡിലും അതിൻ്റെ ഇതും സംഭവങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ് വാങ്ങിച്ചാൽ മതി. പിന്നെ ഒന്ന് നമ്മളെ എജുമാട്ട് കയറാണ്ടായിരുന്നു 2-3 സംഭവങ്ങൾ നമ്മൾ ട്യൂഷൻ്റെ ആവശ്യത്തിനുള്ളതായിട്ട് കുറച്ച് 2-3 അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ പർച്ചേസും കഴിഞ്ഞ് നേരെ വിട്ടു നെസ്റ്റോൾ. ഈവനിങ് 5:15 കയറിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു 10 മണി ടൈം ആയിട്ടുണ്ടായിരുന്നു. അതുവരെ വിശന്ന് ഇങ്ങനെ നടക്കാൻ, പ്രത്യേകിച്ച് കഴിക്കാൻ നമ്മൾ ഈ ഹോം സെൻറ്ററിൽ തന്നെ കുറേ നേരം സ്പെൻഡ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നെസ്റ്റോൾ കയറി അവിടുന്ന് ഫുഡൊക്കെ വാങ്ങിച്ചു. ഫ്രൈഡ് റൈസ്, ബിരിയാണി. എന്ത് ബിരിയാണിയായിരുന്നു നമ്മൾ നെസ്റ്റോന്ന്? എന്ത് ബിരിയാണിയാണ് കഴിച്ചേ? നെസ്റ്റോന്ന് എന്ത് ബിരിയാണിയാണ് കഴിച്ചിന്? മാഞ്ഞാലി ബിരിയാണി, ചിക്കൻ മാഞ്ഞാലി ബിരിയാണി. ചിക്കൻ മാഞ്ഞാലി ബിരിയാണി, പിന്നെ ലോലിപോപ്പ്, അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ്, പിന്നെ ഷവായ, അതൊക്കെ കഴിച്ചു. പിന്നെ എപ്പോൾ പോയിട്ടുണ്ടെങ്കിലും മെയിനായിട്ട് എടുക്കുന്ന സംഭവമാണ് യോഗേർട്ട്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സംഭവം. ഞാൻ പിന്നെ ചോദിക്കാത്തൊരു സാധനമാണ്, എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ചോദിക്കാത്തൊരു സാധനം ഉണ്ടെങ്കിൽ ആകെപ്പാടുള്ളൊരു സാധനമായിരിക്കും യോഗേർട്ട്. അതിനെക്കൊണ്ട് ഞാൻ എന്തായാലും ചോദിക്കാൻ വരില്ല എന്ന് അറിയണതുകൊണ്ട് ധൈര്യത്തോടെ എടുക്കാൻ പറ്റിയ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് യോഗേർട്ടായിരിക്കും. പിന്നെ നമ്മളെ നേരത്തെ പറഞ്ഞ പയത്ത് നമ്മളെ വേപ്പറൈസറിന് വേണ്ടിയിട്ട് നല്ല സ്മെല്ലിന് ലിക്വിഡ്, അതിൻ്റെ ലിക്വിഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നും ചെറിയൊരു കുട്ടി പർച്ചേസും കഴിഞ്ഞിട്ട് ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു സമയമായിട്ടുണ്ട്. കുഴങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുഴങ്ങിന്. കാരണം അത്രയും അധികം ടൈമിൽ ഒരു 3-4 മണിക്കൂർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിളക്കിയപ്പോൾ എങ്ങനെ ആയാലും ഒരു ചെറിയ ക്ഷീണമൊക്കെ വരും. പിന്നെ അടിപൊളിയായിട്ട് ഫുഡും കഴിച്ചതല്ലേ, അപ്പോൾ പിന്നെ ഒരു ചെറിയ ക്ഷീണം വരുമല്ലോ. അങ്ങനെ വീട്ടിലിതാ തിരിച്ചെത്തി കുറച്ച് നേരം യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കി കിടന്നുറങ്ങി. അപ്പം ഇങ്ങനെയായിരുന്നു അന്നത്തെ ദിവസം കടന്നു പോയത്. ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നുമല്ല, ചില ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരാറുണ്ടല്ലോ. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കിട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.